ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം വിശേഷം? നമുക്ക് സിമ്പിളായിട്ടൊരു ഡിന്നർ ഉണ്ടാക്കിയാലോ. നമുക്ക് ചപ്പാത്തിയും ഒരു സിമ്പിൾ വെജിറ്റബിൾ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ചപ്പാത്തിപ്പൊടി എടുക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി പൊടി വാട്ടിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ചൂട് വെള്ളമാണ്, അതുകൊണ്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൈ പൊള്ളിക്കണ്ട. വെള്ളം കുറച്ച് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് തണിഞ്ഞ് വരുമ്പോൾ നമുക്ക് കൈ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഓയിലോ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നല്ലോണം കുഴച്ച് വെച്ചുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഒരു സിമ്പിൾ പൊട്ടറ്റോ കറി ആട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 പൊട്ടറ്റോ, ഒരു ഹാഫ് തക്കാളി, ഒരു 4 പച്ചമുളക്, ഒരു 3 ഉള്ളി വെളുത്തുള്ളി, ഇതെല്ലാം കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒക്കെ കുറച്ച് ആഡ് ചെയ്താൽ മതി, കാരണം 2 പൊട്ടറ്റോ വെള്ളം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. ഇപ്പോൾ 3 വിസിൽ വന്ന് ഞാൻ കുക്കർ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പൊട്ടറ്റോ ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കയ്യിൽ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാൻ എടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3 ചുവന്ന മുളക്, വറ്റൽ മുളക് എന്നും പറയും. ആ കുക്കറിലുള്ള കറി നമുക്കിനി പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നാവും, സിമ്പിളായിട്ടുള്ള കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിവിടെ നേരത്തെ നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള ചപ്പാത്തി റെഡിയാക്കി എടുക്കാം. ഓരോ ബോൾസാക്കി നല്ലോണം പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും യൂസ് ചെയ്തില്ല. എന്നാലും നല്ല സോഫ്റ്റ് ചപ്പാത്തി ആട്ടോ, നല്ലോണം പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.